സർ, ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്ത, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നടൻ മമ്മൂട്ടി, അദ്ദേഹം കഴിഞ്ഞ ദിവസം ചൂരൽമലയിലെ പുനരധിവാസം എങ്ങനെ ആ വീടുകളൊക്കെ കാണാൻ അദ്ദേഹം എത്തി. അദ്ദേഹം ഇപ്പോൾ പബ്ലിക്കിൻ്റെ ഇടയിൽ പല കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു വ്യക്തിയാണ്. മമ്മൂട്ടി അങ്ങനെയുള്ളൊരു നടൻ കൂടിയാണ്. അദ്ദേഹം പൊതുവിൽ അങ്ങനെ വരാറുണ്ട്, പൊതു സമൂഹത്തിൽ വരുന്നൊരു നടനാണ്. സർ, അപ്പോൾ അതിലിപ്പോൾ ഉണ്ടായിരിക്കുന്നൊരു വിവാദം, CPM-ന്റെ വയനാട് ജില്ലാ സെക്രട്ടറി റഫീഖ് അദ്ദേഹത്തിനോട് ചേർന്ന് നിന്നപ്പോൾ, മമ്മൂട്ടിയുടെ ഒരു പൊതു സ്വഭാവമാണ് അദ്ദേഹത്തിനോട് അദ്ദേഹം അങ്ങനെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരാളാണ്. പക്ഷേ ബേസിക്കലി ആൾ വളരെ ശുദ്ധനാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. ഈ പറയുന്ന സെക്രട്ടറി എന്ന് ചേർന്ന് നിന്നപ്പോൾ എന്തിനാ ഇങ്ങനെ ഒട്ടി നിൽക്കുന്നത്, മാറി നിൽക്കൂ എന്നൊരു വർത്തമാനം പറഞ്ഞതായി. അതിന് മമ്മൂട്ടിയെ എതിർത്തുകൊണ്ടും മമ്മൂട്ടിയെ അനുകൂലിച്ചുകൊണ്ടും CPM-ന്റെ സൈബർ ഹാൻഡിലുകൾ ഇടപെടുന്നുണ്ട് എന്ന് പറയുന്നു. സർ, CPM എന്ന് പറയുന്ന പാർട്ടി ഈ പറയുന്ന രീതിയിൽ താരങ്ങളുടെ പിറകെ പോവുകയാണ്, അല്ലെങ്കിൽ താരങ്ങളെ കാണുമ്പോൾ ഒട്ടി നിൽക്കാനും. ഒരു ചെറിയ ഉദാഹരണം ഞാൻ ചോദിക്കുകയാണ് സർ. അതായത് ഈ ബോബി ചെമ്മണ്ണൂരിൻ്റെ വിഷയം, ബോബി ചെമ്മണ്ണൂർ ഒരു പ്രമുഖ നടി, ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ, ഒരു പ്രമുഖ നടിയോട് വളരെ അപമര്യാദയായി പെരുമാറി എന്ന് പറയുന്ന കാര്യത്തിൽ ഓടിച്ചിട്ട് പിടിച്ച പോലീസാണ്. സാർ കണ്ടു. ദെൻ ആ സംഭവം നിൽക്കുമ്പോൾ തന്നെ തിരുവനന്തപുരത്ത് പേരൂർക്കടയിൽ ഒരു വീട്ടുജോലിക്കാരിക്ക് അവരുടെ കുഴപ്പം കൊണ്ടല്ലാതെ ഉടമസ്ഥയുടെ കുഴപ്പം കൊണ്ട് ഒരു സ്വർണ്ണമാല മറ്റിടത്ത് വെച്ച് മറന്നു വെക്കുമ്പോൾ ആ പരാതി പറയാനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തുന്ന അവരോട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലും അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും പെരുമാറിയ രീതി, സാർ, ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ എന്താണ് സാർ നമുക്ക് മനസ്സിലാക്കാനുള്ളത്? ഇതിനകത്ത് ഈ വലിയ കൂട്ടുവാനിക്കൊന്നും പോകാതിരിക്കുന്നതാണ് നല്ലത്. ഇത് വളരെ സിമ്പിളാണ്. ഇത് നമുക്ക് വളരെ ഈ CPM-കാർക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ ലളിതമായ കാര്യങ്ങളെ കോംപ്ലക്സ് ആക്കും, സങ്കീർണമാകും. അപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവില്ല. എന്നിട്ട് എന്തൊക്കെയോ ചില സാധനങ്ങൾ പറയും. അപ്പോൾ ആൾക്കാർ ഇദ്ദേഹം ഭയങ്കര സംഭവമാണ്. ഇതാണ് ഈ കഴിഞ്ഞ MP ഗോവിന്ദൻ സംസാരിക്കുന്ന പോലെ. അതുപോലെ എല്ലാവരും ആർക്കും മനസ്സിലാവത്തില്ല, പക്ഷേ എന്തോ വലിയ സംഗതികളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ആറ്റോമിക് സയൻറ്റിസ്റ്റ് വന്നിട്ട് ഈ ചില ന്യൂക്ലിയർ റിയാക്ടറിൻ്റെയൊക്കെ പ്രവർത്തനത്തെക്കുറിച്ച് ഇങ്ങനെ വിശദീകരിക്കുമ്പോഴത്തേക്ക് നമ്മളൊന്നും മനസ്സിലാവുന്നില്ലെങ്കിലും ഈ ഇദ്ദേഹം ഭയങ്കര കക്ഷിയെന്ന് നമുക്ക് തോന്നും. അത്രയേ ഉള്ളൂ സംഗതി. ഉദാഹരണത്തിന് പണ്ട് സുരേഷ് ഗോപി ഇംഗ്ലീഷ് ഡയലോഗ് അടിക്കുമ്പോഴത്തേക്ക് പണ്ട് കാലത്ത് ഈ ബെഞ്ചുള്ള സമയത്ത് തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ നിന്നായിരുന്നു കൈയടി വരുന്നത്. തീർച്ചയായിട്ടും സാർ, അവർക്ക് ഇംഗ്ലീഷ് മനസ്സിലായിട്ടല്ല. അതായത് എൻ്റെയൊക്കെ പ്രീ ഡിഗ്രി കാലം. മനസ്സിലായോ? അതെ അതെ. അപ്പോൾ അത് ആർക്കും ഇംഗ്ലീഷ് മനസ്സിലായിട്ടൊന്നുമല്ല, പക്ഷേ കൈയടിക്കുന്ന അവിടെ നിന്നാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഗതി. അതുപോലെ പഞ്ചല്ല സാർ. അതെ. അപ്പോൾ അത്രയേ ഉള്ളൂ അതിനകത്തുള്ള കാര്യം. രണ്ടാമത്തെ ഇത് നമ്മൾ ഈ മമ്മൂട്ടിയുടെ ഈ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, മമ്മൂട്ടി ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ഒരു സംശയം വേണ്ട കാര്യത്തിനകത്ത്. അതിനകത്തിന് എത്ര ന്യായീകരണങ്ങളുമായിട്ട് ആൾക്കാർ വന്നാൽ പോലും മമ്മൂട്ടിയുടെ വാക്ക് CPM-ന്റെ വയനാട് ജില്ലയിലെ സെക്രട്ടറിയെ അധിക്ഷേപിച്ചിരിക്കുകയാണ്. ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തെ വല്ലാണ്ട് വേദനയിലേക്ക് തള്ളിയിട്ട നിമിഷവുമായിരിക്കും. നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങൾ വളരെ ആരാധനയോടുകൂടി സ്നേഹത്തോടുകൂടി നിങ്ങളൊരു വ്യക്തിയിലൂടെ നടക്കുന്നു. ആ സമയത്ത് ആ വ്യക്തി തന്നെ പറയുകയാണ്, മാറി നിൽക്കാൻ പറഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു മാനുഷികമായ വശമുണ്ട്. ഇവർക്ക് ഈ സിനിമാ നടന്മാരൊക്കെ ആകുമ്പോഴത്തേക്ക് വൈകാരികത വിട്ട് കളിക്കുന്ന മനുഷ്യരാണല്ലോ. ആ മനുഷ്യനിലുണ്ടായിരിക്കുന്ന വേദന എത്രമാത്രമായിരിക്കും ആ നിമിഷം. അതിനുശേഷമുള്ള സൈബർ ആക്രമണമൊക്കെ പോട്ടെ, ആ ഒരു പർട്ടിക്കുലർ മൊമെൻറ്റിൽ ഈസ് എ ഹ്യൂമൻ ബീങ് അല്ലേ? ആ മനുഷ്യനുണ്ടായിരിക്കുന്ന ആ ഒരു വേദന അത് അയാളുടെ ജീവിതത്തിൽ മാറില്ല. സാർ, ഞാനിത് പറയുമ്പോൾ എനിക്കൊരു ചെറിയ അനുഭവം ഉണ്ടായിട്ടുണ്ട് മമ്മൂട്ടിയുടെ ഭാഗത്തു നിന്ന്. എൻ്റെ 23 വയസ്സുകാലത്ത് നമ്മൾ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയം അദ്ദേഹത്തിന് ഞാനൊരു അഭിമുഖം എടുക്കാനായിട്ട് പോകുന്നു. അദ്ദേഹം എന്നോട് ഇതേപോലെ വളരെ മ്ലേച്ഛമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇന്നും എൻ്റെ മനസ്സിൽ അതൊരു ഭയങ്കര വേദന. അപ്പോൾ അത് ഇതിനകത്ത് പിന്നെ രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, മമ്മൂട്ടിയെ അയച്ചിരിക്കുന്നത് CPM-ആണ്, ഗവൺമെൻറ്റാണ് മമ്മൂട്ടിയെ അങ്ങോട്ട് അയച്ചിരിക്കുന്നത്. ഒരു സംശയം വേണ്ട കരുതി. കാരണം മമ്മൂട്ടിക്കും മോഹൻലാലിനും ഈ സർക്കാർ പറയുന്ന രീതിയിൽ തുള്ളാതെ നിവൃത്തിയില്ല. സാർ, ആ PR വർക്കിനെ കുറിച്ചൊന്ന് പറഞ്ഞത്, ഈ മോഹൻലാലിനെ വെച്ച് ബഹുമാനം അല്ല, അതിലേക്കാണ് ഞാൻ വരുന്നത്. ഇപ്പം മോഹൻലാലിനോട് പറയുകയാണ് നാളെ വന്ന് ഇങ്ങനൊരു ഇൻ്റർവ്യൂ എടുക്കണം എന്ന് പറഞ്ഞാൽ മോഹൻലാൽ വന്ന് എടുക്കും. മമ്മൂട്ടിയോട് പറയുകയാണ് പെരുമ്പളം പാലത്തെക്കുറിച്ചിട്ട് ഒന്നുകിൽ നിങ്ങൾ വരിക, അതല്ല വന്നൊന്ന് നടക്കുക. അപ്പോൾ മമ്മൂട്ടി പറയുകയാണ് എനിക്ക് ഷൂട്ടിംഗ് കൊണ്ട് വരാൻ പറ്റില്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു വോയിസോ അതല്ലെങ്കിൽ അത് ഷൂട്ട് ചെയ്ത് ഇട്ടേക്കുമെന്ന് പറഞ്ഞാൽ മമ്മൂട്ടിക്ക് ഇട്ടേ പറ്റൂ. കാരണം കേരളത്തിലെ സിനിമാ മേഖലയും രാഷ്ട്രീയവും തമ്മിൽ അങ്ങനെ കുഴഞ്ഞു കിടക്കുകയാണ് ചെയ്യുന്നത്. ഇതുകൊണ്ടാണ് ഹൈക്കോടതി പോലും ഞെട്ടിത്തരിച്ചുപോയ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ മേൽ ഒരു നടപടിയും ഉണ്ടാകാതിരുന്നത്. തീർച്ചയായിട്ടും മനസ്സിലായില്ലേ? തീർച്ചയായിട്ടും ഇത്രയുള്ള സംഗതി.
സിനിമ ഇൻഡസ്ട്രിയിൽ ഇനി എന്തെല്ലാം സംഗതികൾ നടന്നു കഴിഞ്ഞാലും നടത്തുന്നവർക്ക് ഒരു കാരണവശാലും പേടിക്കേണ്ടതില്ല എന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ സന്ദേശമാണത്. അപ്പം CPM നേതൃത്വമോ അതല്ലെങ്കിൽ CPM നേതൃത്വത്തിൻ്റെ പ്രതിനിധികളോ മമ്മൂട്ടിയായിട്ട് സ്വാമീപ്യമുള്ള പ്രതിനിധികളോ പറഞ്ഞിട്ട് തന്നെയാണ് മമ്മൂട്ടി ചൂരൽമല എത്തിയിരിക്കുന്നത്. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. എന്നിട്ട് അതിനൊരു പൊതു സ്വഭാവം കൊടുക്കുക. ഇത്രയും വലിയൊരു സംഭവം കണ്ടിട്ട് വിസ്മയം കൊള്ളാനായിട്ട് കേരളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടി എത്തിയിരിക്കുന്നു. അതിനകത്തൊരു പാർട്ടിയുടെ ഒരു ഛായ വേണ്ട. ഇതിപ്പോൾ MA ബേബിയൊക്കെ അവിടെ പോയതിന് ശേഷമാണ് അദ്ദേഹം പോയത്. ഇതിൻ്റെ അർത്ഥം MA ബേബി അറിഞ്ഞിട്ടില്ല എന്നല്ല. MA ബേബിക്കും അറിയാം മമ്മൂട്ടി വരുന്നുണ്ടെന്നുള്ള കാര്യം. എല്ലാവർക്കും അറിയാം. പക്ഷേ ആ പാർട്ടിയുടെ ഒരു കണക്ഷനും ഇല്ലാതെ സാധാരണ ജനങ്ങളുടെ ഒരു വികാരം ഇതൊരു വലിയ സംഭവമായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഇത് പാർട്ടിക്കാർ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടല്ല മമ്മൂട്ടിയോട് വന്നിരിക്കുന്നത്. മമ്മൂട്ടി പുതിയ കേരള സ്റ്റോറി നേരിട്ട് കാണാനായിട്ട് വന്നിരിക്കുന്നു എന്നുള്ള ഇമേജ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള PR ഏജൻസിയുടെ നിർദ്ദേശമായിരിക്കാം, അതല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരുടെ സംഗതിയായിരിക്കും. അതാണ് മമ്മൂട്ടി പെട്ടെന്ന് ഈ ജില്ലാ സെക്രട്ടറി ഒരുപക്ഷെ സംസ്ഥാനതല നേതാക്കൾക്കൊക്കെ ഈ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ ജില്ലാ സെക്രട്ടറി എടുത്ത ഒരു പക്ഷെങ്കിൽ സംസ്ഥാന നേതൃത്വം പറയാൻ വിട്ടുപോയി. അതല്ലെങ്കിൽ മമ്മൂട്ടിയെ അറേഞ്ച് ചെയ്ത് PR ഏജൻസിയുമായിട്ട് ചർച്ച ചെയ്ത വ്യക്തിക്ക് ഈ റഫീഖിനെ മുൻകൂട്ടി അറിയിക്കാൻ പറ്റാതായിപ്പോയി. എന്താണ്, പാർട്ടിക്കാരെല്ലാം അവിടെ നിന്ന് മാറി നിൽക്കണം, അദ്ദേഹത്തിന് കൂടെ നടക്കരുത് എന്നുള്ളത്. മമ്മൂട്ടി എവിടെ പോയി കഴിഞ്ഞാലും അതൊരു ഒരു പൊതുവായിട്ടൊരു സ്ഥലത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ രാത്രിയുടെ ഇരുട്ടിൽ അദ്ദേഹത്തിന് ആരെങ്കിലും കണ്ടില്ല എന്നുണ്ടെങ്കിൽ ജനം കൂടും. അത് മമ്മൂട്ടിക്കും അറിയാം, ഒരു സംശയം വേണ്ട. മാധ്യമങ്ങൾ വരും, ഇല്ലെങ്കിൽ മൊബൈലിൽ സംഗതി പോകും. മാധ്യമങ്ങളെ അറിയിച്ചിട്ടൊക്കെ തന്നെ ആയിരിക്കും ഇത് വരുന്നതൊക്കെ. അതിനെന്താ സംശയമൊന്നും വേണ്ട. അത് അറിയിക്കുക എന്ന് പറഞ്ഞാൽ വളരെ തന്ത്രപരമായിട്ടായിരിക്കും അറിയിക്കുന്നത്. ചിലപ്പോൾ ഒരു മാധ്യമപ്രവർത്തകയ്ക്ക് പറയും, ഞാനൊരു ഭയങ്കര എക്സ്ക്ലൂസീവ് സാധനം തരാം, മമ്മൂട്ടി ഇന്ന് ഇത്രാം തീയതിയല്ല ഇന്ന സമയത്ത് ചൂരൽമല വരാൻ ഇടയുണ്ട്, അതുകൊണ്ട് ഞാൻ നിങ്ങളടുത്ത് മാത്രമേ പറയുന്നുള്ളൂ, വേറെ അടുത്തും പറയുന്നില്ല എന്ന് പറയും. ഇതെല്ലായിടത്തും വിളിച്ച് പറയും. മനസ്സിലായോ? അപ്പം മാധ്യമങ്ങളോടെ വരും. അപ്പോൾ ആൾക്കാർ അവിടെ വെച്ച് ഇതെങ്ങനെ നിങ്ങൾ അറിഞ്ഞു എന്ന അത്ഭുതങ്ങളൊക്കെ വരും. അപ്പം ഇതിനെ ഒരു പാർട്ടി പരിപാടി അല്ലാതാക്കി മാറ്റുക എന്നുള്ള ദൗത്യവും ഏൽപ്പിച്ചു വിട്ടിട്ടാണ് മമ്മൂട്ടിയെ അങ്ങോട്ട് വിട്ടിരിക്കുന്നത്. ഇവിടെ മമ്മൂട്ടിക്ക് യഥാർത്ഥത്തിൽ ഒരു സാമൂഹിക കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു നിലപാടറിയിക്കാനോ അല്ലെങ്കിൽ ഒരു അഭിപ്രായം പറയാനോ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ മമ്മൂട്ടി എന്ന ഒരു പൊതുവ്യക്തിത്വത്തിന് യാതൊരു റൈറ്റും ഇല്ല എന്നുള്ളതാണ്. കാരണം നമ്മുടെ മലയാളം കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള മനുഷ്യനെ ഹരാസ് ചെയ്യുന്നതിൻ്റെ ഉള്ളടക്കങ്ങളടങ്ങിയ സംഗതിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും മുമ്പിൽ അരങ്ങേറിയ സംഗതികളാണ്. അതിനകത്ത് ഈ രണ്ടുപേരും കുറ്റകരമായ മൗനം പാലിച്ചു. ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടായില്ല. അപ്പൊ ഇത്രയും നികൃഷ്ടമായിട്ടുള്ള സംഗതികൾ തങ്ങളുടെ മുമ്പിൽ നടന്നിട്ട് മിണ്ടാത്ത വ്യക്തിക്ക് സാമൂഹികമായ ഏത് വിഷയത്തിൽ അഭിപ്രായം പറയാനാണ് അവർക്കുള്ള ധാർമ്മികതയുള്ളത്? അല്ലേ? അത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമുള്ളൂ, വലിയ ആലോചിക്കേണ്ട ആവശ്യമില്ല. പിന്നീട് റഫീഖിന്റെ കാര്യം, ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, അത് കോൺഗ്രസ് ആയിക്കോട്ടെ, CPM ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, മുസ്ലിം ലീഗ് ആയിക്കോട്ടെ, ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവെന്ന് പറയുന്നത് നമുക്ക് അവരുടെ അഭിപ്രായങ്ങളോടും നിലപാടുകളോടും അവരുടെ സമീപനത്തോടും തത്വത്തിനോടും ഒക്കെ വിയോജിപ്പുണ്ടാവാം. പക്ഷെ അവർ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളാണ്, ജനങ്ങളെ ഒരു പരിധിവരെ നയിക്കുന്ന വ്യക്തികളാണ്. ജനായത്ത സംവിധാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് അവർ നിർവഹിക്കുന്നത്. തീർച്ചയായിട്ടും. ഇപ്പോൾ റഫീഖ് ഇപ്പോൾ CPM കാരനാണ്. അപ്പോൾ CPM കാരൻ, അപ്പോൾ അതുകൊണ്ടല്ലേ അവർ ആ ജില്ലയിലെ CPM-നെ നയിക്കുന്ന ജില്ലാ സെക്രട്ടറിയാണ് റഫീഖ് എന്ന് പറയുന്നത്. അവിടുത്തെ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ ഇടപെടുന്ന വ്യക്തിയാണ്. അവിടെയാണ് അതിൻ്റെ പ്രസക്തി വരുന്നത്. ആ ചൂരൽമലയിലെ വിഷയങ്ങൾ ഉണ്ടായ സമയത്തൊക്കെ അദ്ദേഹത്തിന്റെ അനുഭവം മമ്മൂട്ടിയുടെ അനുഭവം വ്യത്യസ്തമായിരിക്കും. തീർച്ചയായിട്ടും. അല്ലേ? അവിടുത്തെ ചൂരൽമലയിലെ ഓരോ വിഷയങ്ങൾ റഫീഖിന് മാത്രമല്ല അവിടെയുള്ള എല്ലാ രാഷ്ട്രീയ കക്ഷിയിലെ നേതാക്കന്മാർക്കും നല്ല ധാരണ ഉണ്ടാവും. അവിടെയാണ് നമ്മൾ രാഷ്ട്രീയത്തെ അങ്ങ് വെറുതെ നമ്മൾ ആക്ഷേപിച്ചു കളയും. ഇവരിലൂടെയാണ് ജനായത്ത സംവിധാനം നിലനിൽക്കുന്നത്. അപ്പോൾ ആ ജനായത്ത സംവിധാനത്തിൽ ഒരു പാർട്ടിയുടെ ഒരു ജില്ലാ സെക്രട്ടറിയെ ഈ രീതിയിൽ തനിക്ക് ആക്ഷേപിക്കാം. തനിക്ക് മുഖ്യമന്ത്രിയായിട്ട് അടുപ്പമുണ്ട്, തനിക്ക് പാർട്ടിയിലെ എല്ലാ നേതാക്കന്മാരുടെ അടുപ്പമുണ്ട്, ബ്രിട്ടാസുമായിട്ട് അടുപ്പമുണ്ട്, ഞാൻ നടനാണ്, ഞാൻ മമ്മൂട്ടിയാണ് എന്ന ഒരു അഹംഭാവം നയിക്കുകയും ആ അഹംഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലുണ്ടായ അഹങ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ മനുഷ്യൻ്റെ അടുത്ത്, റഫീഖിൻ്റെ അടുത്ത് ഒരു മനുഷ്യനായിട്ട് പരിഗണിക്കാതെ ഒരു സിമ്പിൾ നിമിഷം, ഇദ്ദേഹമൊക്കെ വലിയ
ഈ സിനിമകളിലൊക്കെ ഇദ്ദേഹത്തിന്റെ ചില സിനിമകളിലെ ഉദാഹരണത്തിന് ഇദ്ദേഹത്തിന്റെ വാത്സല്യം സിനിമയിൽ ഏതെങ്കിലും ഒരു നിമിഷം ആലോചിച്ചാൽ പോരെ? തീർച്ചയായിട്ടും അല്ലേ? അതെ, ഇദ്ദേഹത്തിന് നല്ല മനോഹരമായ ഒരു സ്ക്രിപ്റ്റ് എഴുതിയ സാധനമാണ് അതെ, ലോഹിദാസന്റെ. അതിനകത്ത് പുള്ളി തന്നെ അഭിനയിച്ച വികാരം പകർന്നു കൊടുത്ത ഒരു രംഗത്തിൽ ആലോചിച്ച് നോക്കിയാൽ മതിയല്ലോ. തീർച്ചയായിട്ടും ഒരു മനുഷ്യനെ പൊതുവേദിയിൽ രാജ്യത്തിന് മുമ്പിലും മാധ്യമങ്ങളെല്ലാം കണ്ടു നിൽക്കെ തന്നെ ഏൽപ്പിച്ചുവിട്ട ദൗത്യം, തൻ്റെ യജമാനന്മാർ ഏൽപ്പിച്ചുവിട്ട ദൗത്യം വീഴ്ച വരാൻ നടപ്പിലാക്കുന്നതിന് വേണ്ടി ഒരു ജനപ്രതിനിധി, അദ്ദേഹം MLA ആയിരിക്കണമെന്നില്ല, അദ്ദേഹം ജനപ്രതിനിധിയാണ്. ഇതിന്റെ ഓരോ ഘട്ടങ്ങളിലും സ്പന്ദനം അറിയാവുന്ന ആളാണ്. മനസ്സിലായി? അല്ല, ജനപ്രതിനിധിയാണ് അദ്ദേഹം. ഒരു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഏത് പാർട്ടിയുടെ ആണെങ്കിലും ഇത് ജനായത്ത സംവിധാനം അങ്ങനെയാണ്. തീർച്ചയായിട്ടും ലീഗിന്റെ ആരുടെ ആയിക്കോട്ടെ, അവർ ജനങ്ങളുടെ വിഷയങ്ങളായിട്ട് ഇടപെടുന്ന മനുഷ്യരാണ്. അങ്ങനെ ജനായത്ത സംവിധാനം നിലനിൽക്കുന്നത് ചെറിയ കാര്യമല്ല. മമ്മൂട്ടിക്ക് അദ്ദേഹത്തിന്റെ സിനിമയിൽ അഭിനയിക്കുക, അദ്ദേഹത്തിന്റെ ഗ്ലാമർ സൂക്ഷിക്കുക എന്നുള്ള ഒരു ഒറ്റ ദൗത്യം മാത്രമേ മമ്മൂട്ടിക്കുള്ളൂ. പിന്നെ കിട്ടുന്ന പണം എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ള പ്രശ്നം, ഈ 3 പ്രശ്നങ്ങളേ ഉള്ളൂ. പക്ഷേ റഫീഖ് അതല്ലെങ്കിൽ അവിടുത്തെ ലീഗിന്റെ ഒരു ജില്ലാ നേതാവ് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതാവ്, അവർ ഒരു ദിവസം കൈകാര്യം ചെയ്യുന്ന ജനങ്ങളുടെ വിഷയങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പാടില്ലായിട്ടാണ്. ഒരു ദിവസം കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ. അപ്പൊ അങ്ങനെ അവിടെയാണ് ഈ ജനായത്ത സംവിധാനത്തിന്റെ വളരെ നമുക്ക് ഹ്യൂമാനിറ്റി ഉണ്ടായ ഒരു വിഷയം കൂടെ അല്ലേ. അതാണ് പറഞ്ഞത്. അപ്പൊ ആ രീതിയിൽ ഒരു ജനായത്ത സംവിധാനത്തെ ആക്ഷേപിക്കുകയും ഒരു ജനങ്ങളുടെ ഒരു നേതാവിനെ ആക്ഷേപിക്കുകയും ചെയ്യാനുള്ള തൻ്റെ ഇടം, അഹങ്കാരം ഈ മനുഷ്യൻ കാണിച്ചു എന്നുള്ളതാണ്. മാനുഷിക വികാരങ്ങൾ പോലും കണക്കിലെടുക്കാതെ. പിന്നെ എന്ത് യോഗ്യതയാണ് മമ്മൂട്ടി എന്ന മറ്റേ ഇന്ത്യയിലെ തന്നെ പ്രശസ്തനായ, അറിയാതൊരു തെറ്റ് അദ്ദേഹത്തിന് പറ്റിയതായിക്കൂടെ? അദ്ദേഹത്തിന്റെ ഒരു സാധാരണയുള്ള സ്വഭാവം, ഇങ്ങനെ പ്രതികരിക്കുന്ന ഒരാളാണ്. പക്ഷെ അത് അങ്ങനെ ഈ പൊതുസ്ഥലത്ത് വെച്ച് അങ്ങനെ പ്രതികരിക്കാൻ പാടില്ലല്ലോ. അതാണ് മമ്മൂട്ടി. ഉദാഹരണത്തിന് അദ്ദേഹത്തിന് 70 വയസ്സ് കഴിഞ്ഞ മനുഷ്യനല്ലേ. ഇടയ്ക്കൊക്കെ അദ്ദേഹം ഇങ്ങനെ ഇല്ല, സാധാരണ ഒരു മനുഷ്യജീവിതം ഒരു 60 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യജീവിതത്തിന്റെ പിന്നിൽ നമ്മുടെ ചരിത്രത്തിന്റെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കുറച്ചും കൂടെയൊക്കെ നമ്മളൊന്ന് ജീവിതത്തെ കണ്ട് പ്രവർത്തിക്കാൻ ബാധ്യതയില്ല. കാര്യം ഈ പിന്നാലെ വരുന്നവർ നോക്കിക്കാണുന്നുണ്ട്. ഇപ്പം നമ്മളിവിടെ മമ്മൂട്ടിയെ ഇപ്പോൾ ഉദാഹരണത്തിന് ഏഷ്യാനെറ്റ് ന്യൂസ് എനിക്ക് വളരെയധികം സങ്കടം തോന്നിയ നിമിഷമാണ്. കാരണം അതിനകത്ത് രാവിലെ PG സുരേഷ് കുമാർ ഭേദപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകനാണ് ഞാൻ കാണുന്നത്. പക്ഷെ അദ്ദേഹം എന്ന് പറയുകയാണ്, മമ്മൂട്ടി അങ്ങനെ മോശമല്ല ചെയ്തത്, അദ്ദേഹം നല്ല ഉദ്ദേശിച്ച് ചെയ്തതാണ്. ഒരു മാധ്യമ പ്രവർത്തകൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് തരതാണെന്നല്ല ഞാൻ പറഞ്ഞു. ഒരിക്കലും അങ്ങനെ ഒരു വിഷയത്തെ കാണാൻ പാടില്ല. അയാൾ നയിക്കേണ്ടത്, ഒരു മാധ്യമപ്രവർത്തനം നയിക്കേണ്ടത് എപ്പോഴും മനുഷ്യനും ജനായത്ത സംവിധാനവും സ്വാതന്ത്ര്യവും ഒക്കെ ആയിരിക്കും. അദ്ദേഹത്തിന്റെ ഒരു അഭിമാനം കാത്തു സൂക്ഷിക്കാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്, ആർക്ക് റഫീഖിനുണ്ട്. അത് അദ്ദേഹത്തിന്റെ ഒരു ഗ്ലാമർ വെച്ചിട്ട് ഞാൻ എന്ത് തന്നെ പറഞ്ഞു കഴിഞ്ഞാലും കേരളം അത് കയ്യടിയോടെ ഏറ്റുവാങ്ങിക്കൊള്ളും എന്നുള്ള അതെ അതെനിക്ക് വലിയ വിഷമം. കാരണം കേരളത്തിൽ ഒന്നാം നമ്പർ ചാനലാണ്. തീർച്ചയായിട്ടും ആ ചാനലിൽ ഞാൻ വളരെയധികം ഈ പറഞ്ഞ പോലെ സമചിത്തതയുടെ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും വൈകാരിക വിക്ഷോഭങ്ങൾക്ക് അറിയപ്പെടാതിരിക്കുകയും ചെയ്യുന്ന ഒരു നല്ല മാധ്യമപ്രവർത്തനമാണ് അദ്ദേഹം. ആ മാധ്യമപ്രവർത്തനം അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ സൈബർ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ വേറെ ആരെങ്കിലും സുരേഷിനോട് സജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് സിനിമാ മേഖല, ഗവൺമെന്റ്, രാഷ്ട്രീയം, മാധ്യമം ഇവരെല്ലാവരും കൂടെ ചേരുന്ന ഒരു ദൂഷിത വലയത്തെയാണ് നമ്മൾ കാണുന്നത്. ഇതിന് ഒരു സമൂഹത്തിന് പേടിക്കേണ്ട ഒരു സാധനമാണ്. ഉദാഹരണത്തിന് കഴിഞ്ഞ ഓണത്തിൻ്റെ തൊട്ടുമുമ്പ് ഉള്ള ഓണം, ആ ഓണത്തിന് കേരളത്തിലെ ഒരൊറ്റ ചാനലുകളും ഈ ഓണത്തിൻ്റെ പരിപാടിക്ക് ഈ നടന്മാരുമായിട്ടുള്ള നടന്മാരുമായിട്ടോ നടിമാരുമായിട്ടോ ഉള്ള കൊച്ചു വർത്തമാനങ്ങളില്ലായിരുന്നു. ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എൻ്റെ കാരണം എന്താണ്? മോഹൻലാലിനായിക്കോട്ടെ മമ്മൂട്ടിക്കായിക്കോട്ടെ പൊതുജനങ്ങളെ ഫേസ് ചെയ്യാൻ അവർക്ക് അവരുടെ മുഖത്തേക്ക്, ജനങ്ങളുടെ മുഖത്തേക്ക് നോക്കാൻ പറ്റാത്ത വളരെ അപമാനിതമായ ഒരു അവസ്ഥയിൽ അവർ കഴിഞ്ഞുകൂടുകയായിരുന്നു. അതുകൊണ്ടാണ് ആ കഴിഞ്ഞതിന് തൊട്ട് മുമ്പിലത്തെ, കാരണം എന്ന് വെച്ചാൽ പൊതുജനം അവരെ ഈ വളരെ അവജ്ഞയോടുകൂടി നോക്കിക്കാണുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനുള്ളിലുള്ള സംഗതികൾ സമൂഹം ചർച്ച ചെയ്തിട്ട് ഗവൺമെന്റ് നടപടി എടുക്കുന്നില്ല. നടന്മാരുടെ സ്വാധീനം കൊണ്ടാണെന്നുള്ള ആരോപണം വരുന്നു. നടന്മാരാണെങ്കിൽ പ്രധാനപ്പെട്ട മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ, മമ്മൂട്ടിയാണെങ്കിൽ കൈരളി ടിവിയുടെ ചെയർമാനാണ്. കൈരളി ടിവി എന്ന് പറയുന്നത് CPM-ന്റെ ഔദ്യോഗിക ചാനലാണ്. അപ്പം ചെയർമാൻ തന്നെയാണ്. അപ്പം മമ്മൂട്ടിയും മുഖ്യമന്ത്രിയും തമ്മിലുള്ള സൗഹൃദം എല്ലാവർക്കും അറിയാം. മോഹൻലാലും മുഖ്യമന്ത്രിയും തമ്മിലുള്ള സൗഹൃദം അറിയാം. അപ്പൊ ഇതിന്റെ ഈ സൗഹൃദത്തിന്റെയും ഒരു ബന്ധത്തിന്റെയും പശ്ചാത്തലത്തിലാണ് സാധാരണ പെൺകുട്ടികളും ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ തന്നെ നിരാലംബരായിട്ടുള്ള ഈ സിനിമാ സെറ്റിലെ ആൾക്കാർ ചവിട്ടി മെതിച്ച് അരച്ചു കളഞ്ഞിട്ട് പോലും, അപമാനിച്ചിട്ട് പോലും ഒരു നടപടി പോലും
നമ്മളുടെ സർക്കാരിന് എടുക്കാൻ കഴിഞ്ഞില്ല. അവിടെയാണ് നമ്മുടെ ജനായത്വം പരാജയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ വീണ്ടും ഒരു ദൂഷിത വലയം കാണുകയാണ് ചെയ്യുന്നത്. ഇതിനെയാണ് ശരിക്കും കേരളം നമ്മളത് ഇതിനെ നമ്മൾ കണ്ടില്ല എന്ന് വെച്ചിരിക്കരുത്. വളരെ അപകടകരമായ ഒരു സാധനമാണ്. കാരണം സുരേഷ് കുമാറിനെ പോലുള്ളൊരു മാധ്യമപ്രവർത്തകൻ എനിക്ക് വലിയ വിഷമം തോന്നി. കാരണം ഞാൻ ഈ മിക്കവാറും എല്ലാ ചാനലിലും ഒരു മാധ്യമപ്രവർത്തകൻ്റെ ഒരു കൗതുകത്തോടെയും നിരീക്ഷണത്തോടെയും നോക്കുന്ന ഒരു വ്യക്തിയാണ്. അതിനകത്ത് എനിക്ക് ഏറ്റവും വളരെയധികം ഒരു എന്താ പറയുക, നിഷ്പക്ഷതയോടെയും അവധാനതയുടെ കാര്യങ്ങളെ നോക്കിക്കാണാനുള്ള ഉള്ള ഒരു വ്യക്തിയാണ് സുരേഷ് കുമാർ. ആ സുരേഷ് കുമാറിന്റെ ചിന്ത എങ്ങനെ വരികയും അദ്ദേഹത്തിന്റെ മനസാക്ഷിയുടെ അനുവാദമില്ലാതെ അദ്ദേഹത്തിന്റെ നാവുകൾ കൊണ്ട് ആ വാക്കുകൾ പറയേണ്ടിയും എന്നതിൻ്റെ ഒരു അവസ്ഥയുണ്ടല്ലോ. അത് സൂചിപ്പിക്കുന്നത് ഏഷ്യാനെറ്റ് എന്നുള്ള മാധ്യമത്തിലൂടെ ഈ പറഞ്ഞതുപോലെ തനിക്ക് പറ്റിയ ആ ഒരു സംഭവത്തെ വെള്ളപൂശി കാണിപ്പിക്കാനാണ്. സുരേഷ് അബദ്ധം പറ്റിപ്പോയതായിരിക്കാം, പെട്ടെന്ന് മമ്മൂട്ടിക്ക് അസ്വസ്ഥത കൊണ്ട് പറഞ്ഞതാണെന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മറിച്ച് മമ്മൂട്ടി നല്ല ഉദ്ദേശത്തോടുകൂടിയാണ് പറഞ്ഞത്, അദ്ദേഹത്തിനോടുള്ള സ്നേഹം കൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം സുരേഷ് ആലോചിക്കേണ്ടതാണ് ആ റഫീഖ് എന്ന വ്യക്തിക്ക് അത് കേട്ട സമയത്തുണ്ടായിരിക്കുന്ന വിഷമം, ആ വേദന, ആ ഊണ്ട് അതുണ്ടായിക്കാണില്ല. അവിടെയാണ് എമ്പതി വരുന്നത്. ഒരു മാധ്യമപ്രവർത്തകന് ഏറ്റവും അടിയന്തരമായിട്ട് വേണ്ട സാധനമാണ് എമ്പതി എന്ന് പറയുന്ന സാധനം.